എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വൈബഫ്. ഇതെന്റെ അമ്മ രബിന. സോ നമ്മൾ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ഹായ്. അപ്പോൾ മോൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നതെന്നല്ലേ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന 4K പായസത്തിലാണ് കേട്ടോ. അതെവിടെയാണെന്നല്ലേ? മടിവാളയിലെ താവരക്കര റോഡിലുള്ള കംഫർട്ട് PGക്ക് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഈ 4K പായസം. അപ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട്. കൊല്ലം തിരുവനന്തപുരംകാരെ പ്രത്യേക വിഭവമായ ബോളി, കേക്ക്, പപ്പടം, ഇന്ന് അടപ്പായസമാണ് കേട്ടോ അവർ പ്രത്യേക ആയിട്ടുള്ളത്. അതുപോലെ ഫ്രൂട്ട് പായസം, പലതരം പായസങ്ങളുടെ ഒരു കലവറ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടും അടിപൊളി ഫ്ലേവർ അല്ലേ ഇവിടെ. നല്ല രസമുണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ബോളിയും ഗീ കേക്ക്, പപ്പടം ഇതെല്ലാം മിക്സ് ഒരു ഐഡിയ ചെയ്യാം. ഈ പായസം നമുക്ക് ഗീ കേക്കിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കഴിച്ചു നോക്കാം. എടുത്തോ. മസ്റ്റ് ട്രൈ ഐറ്റം. എന്ത് രസമാണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ അടപ്പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനോട് ഗീ കേക്കും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കുമ്പോൾ എൻ്റെ മോനെ മസ്റ്റ് ട്രൈ ഐറ്റം. അടിപൊളി കേട്ടോ. നമുക്ക് മറ്റേ പപ്പടം കൂടി കഴിച്ചു നോക്കാം. കുറച്ചുകൂടി പായസമാണ് അതില്. പായസം കുറച്ച് നോക്കിട്ടെ. പൊളി പൊളി സൂപ്പർ അടിപൊളിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പപ്പടവും നമ്മളെ അടപ്പായസവും എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ അല്ലേ? ഒന്നിനൊന്നും ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആണ്. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ റെക്കമെൻഡ് ചെയ്യാൻ അറിയാം? ഈ ഫുൾ കട നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അതുപോലെയാണ് ഒന്നിനൊന്ന് സാധനം എല്ലാത്തിനും മെച്ചാണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ എല്ലാം ട്രൈ ചെയ്യണം ഞാൻ പറയണം. ഇനി എന്തായാലേ നമുക്കിനി സ്പെഷ്യൽ ഡേയ്സ്, അതായത് ഓണം, നമ്മളെ ബർത്ത്ഡേ, എന്ത് വിശേഷ ദിവസങ്ങളായാലും ഇനി നമ്മൾ പായസം ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് മധുരം കുറഞ്ഞു പോകും, ചില സമയത്ത് നമ്മളെ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നമ്മളെ വീട്ടിൽ അതായത് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് പായസം കുടിക്കണം എന്നുണ്ടെങ്കിൽ 4Kയിൽ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പായസമൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ സ്വിഗ്ഗി പോലത്തെ ഡെലിവറി ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നമ്മളെ നാടൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അതായത് കല്യാണമോ സദ്യയൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വിദ്യാർത്ഥികൾ, അതുപോലെ ജോലി ചെയ്യുന്നവർ, ഇവിടെ ഹോസ്റ്റൽ താമസിക്കുന്നവർക്കെല്ലാം വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഈ 4K ഇവിടെ ഉള്ളത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ട്രൈ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിതാ ബോളിയും അടപ്പായസം ട്രൈ ചെയ്തു, പിന്നെ പപ്പടം, പഴവും അടപ്പായസവും ട്രൈ ചെയ്തു. അതുപോലെ നമുക്ക് ഗീ കേക്കും അടപ്പായസവും ട്രൈ ചെയ്തു. പപ്പടം, പഴം എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു മിക്സറും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നമ്മുടെ ഷോപ്പിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ ഓണറിനൊന്നും പറയാൻ പറ്റില്ല. അത് കുക്കിങ്ങും സപ്ലൈയിങ്ങും അതുപോലെ തന്നെ എന്താ പറയാ, മറ്റൊരാളെ ആക്കി കഴിഞ്ഞാൽ ഒരു സംതൃപ്തി, ഒരു തൃപ്തി ഒന്നും കിട്ടില്ല. അതിനെ കൊണ്ട് തന്നെ അവരെന്നെ വൺ മാൻ ഷോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇതിന്റെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക്. ഞാനിപ്പോ 2 മാസമായിട്ട് മാരിനറിലായിരുന്നു ഷോപ്പിരുന്നത്. അവിടെ എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ വിഷയം ഉണ്ടായിരുന്നു, പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായില്ല. ഒരു ബൈക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മള് പുതിയൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ മാറിയത്. കുറച്ചുകൂടി അടിപൊളി ലൊക്കേഷനും പാർക്കിംഗ് ഒക്കെ ഉള്ള അടിപൊളി ലൊക്കേഷനിലേക്ക് വന്നല്ലേ? അതെ അതെ അതെ. അപ്പൊ പഴയ കസ്റ്റമർ വീണ്ടും വരുന്നുണ്ട്. പിന്നെ സ്വിഗ്ഗി പോലത്തെ ഓർഡറുകൾ ഉണ്ടോ അങ്ങനെ ഹോസ്റ്റൽസിലും? അതുപോലെ ഓർഡറുകൾ ഈ വിഷുവിന് മുമ്പാണ് ഞാൻ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയത്. വിഷുവിന് നല്ലൊരു ഓർഡർ, ഒരു 4-5 ഓർഡർ, നല്ലൊരു ഓർഡർ വന്ന് ഞാൻ ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പേര് പറയാൻ പറ്റുമല്ലോ? എന്റെ പേര് ഹാരിസ്. ഹാരിസ്. അപ്പൊ നിങ്ങൾ നാട്ടിലെവിടെയാണ്? എന്തൊക്കെയാണ് സംഭവം? നാട്ടില് എറണാകുളത്താണ്. എന്റെ വീട് എറണാകുളത്താണ്. ഞാനിവിടെ ഒരു 4-5 മാസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. 2 മാസം കൊണ്ട് അവിടെ വേണ്ട അത്ര കസ്റ്റമറെ എനിക്ക് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മള് ഒരു പായസം എന്ന് പറഞ്ഞ സാധനം വെള്ളം പോലെ കൊടുക്കുമല്ല, നല്ല ടേസ്റ്റില് കുറുക്കിയാണ്. ഞാനത് കഴിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതൊരു തിക്നെസ്സും ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നിങ്ങൾ ഞാൻ കണ്ടത് മനോരമ പത്രത്തിലും ഇതിലൊക്കെയാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ള കാരണമൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ അടപ്പായസൊക്കെ അല്ലാണ്ട് വേറെ എന്തൊക്കെയാ നിങ്ങൾ ഉണ്ടാക്കണേ? ബോളി പോലത്തെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാലട, ബോളി, ഗീ കേക്ക്, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് പായസം ഇത്ര ഉണ്ടാവും. വെള്ളി, ശനി, ഞായർ വീക്കെൻഡ് ഡേ ആണ്. എല്ലാവർക്കും ജോലി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ പറ്റിയതുകൊണ്ട് ഗോതമ്പ് പായസം ഉണ്ടാക്കും. അത് പപ്പടം, പഴം,
കോംബോ ഉണ്ട്. അടിപൊളി. അടപ്രഥമൻ, നമ്മുടെ ശർക്കര വെച്ചുള്ള അടപ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. ബോളി, മറ്റേ പഴം പപ്പടം വെച്ചത്, ബോളിയൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എല്ലാ ഉണ്ടാക്കണം? സാധനം ഇവിടെ പഴം ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരും. ഓക്കെ. അതുപോലെ ബോൾ നിങ്ങൾ ഇവിടെ നിന്നാണ് ഉണ്ടാക്കണത്? ഇല്ല, ഞാൻ വേറൊരു റൂമുണ്ട്, ആ റൂമിൽ വെച്ച് ഞാൻ കുക്ക് ചെയ്ത് കൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ. അപ്പോ നിങ്ങളിത് തുടങ്ങാനുള്ള കാരണം എന്താണ്? തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുട്ടിന് ചായക്കടയുണ്ട്, ഇപ്പൊ പലഹാരങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോ ഇത് കിട്ടൂല്ലാത്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസമാണ്. എല്ലാവർക്കും അതിന്റെ തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഈ പായസം ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിതിട്ട് വേണം ഈ മാതിരി കുറുക്കിയെടുക്കാൻ. അതെ, കുറുക്കെടുക്കാൻ. ഞാൻ പായസം കഴിച്ചാൽ തന്നെ ഇപ്പൊ അതുപോലെ സദ്യ കിട്ടുന്ന കടയിലൊക്കെ ഭയങ്കര വെള്ളം പോലത്തെ പായസമായിരിക്കും. വെള്ളം അതൊന്നും തമ്മിൽ ഒരു ഡിഫറൻസ്. എനിക്കിപ്പോ ഈ സാധനം വെള്ളം പോലെ കൊടുത്താൽ 30 ഗ്ലാസ് കൂടുതൽ കൊടുക്കാം. അതെ. പക്ഷേ ഈ സാധനം നാളെ ഒരു കസ്റ്റമർ എന്റെ അടുത്തേക്ക് വരണമെങ്കിൽ അതിന്റെ രീതിയിലുള്ള സാധനം നമ്മള് കസ്റ്റമറിന് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറുക്കി നമ്മള് സാധനം കൊടുക്കുന്നത്. ഓക്കെ. സോ കോണ്ടാക്ട് നമ്പറും ലൊക്കേഷനും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കട്ടോ. സോ മറ്റൊരു വീഡിയോയുമായി പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ വൈഭവ് ആൻഡ് അമ്മ സൈനിങ് ഔട്ട് ഫ്രം ഹിയർ.